ഹുയിലാശേഷം പാടിയതിനു ശേഷം വായിച്ച വേദഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ശൗലിൻ്റെ മാനസാന്തരം. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ യേശു ക്രിസ്തുവിനെ അഭിമുഖമായി ദർശിച്ചതിനു ശേഷം സകലതും ഛേദമെന്നെണ്ണി യേശു ക്രിസ്തുവിൻ്റെ വലിയ പിൻഗാമിയായി യേശു ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി ജീവിച്ച് പ്രവർത്തിച്ച ഒരു പരിശുദ്ധനായിരുന്നു പരിശുദ്ധനായ പൗലോസ്ലിഹ. നാളെ പൗലോസ്ലിഹന്മാരുടെ ഓർമ്മ കൂടി നാം കൊണ്ടാടുകയാണല്ലോ. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്കറിയാം. ക്രൈസ്തവ സഭകളിൽ ഏറ്റവും അധികം സംഭാവന നൽകിയിട്ടുള്ള ആളാണ് പൗലോസ്ലിഹ. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, മിഷണറി യാത്രകൾ, യേശു ക്രിസ്തുവിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ, ഇതൊക്കെ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വളരെ പ്രചോദനമാണ്. പൗലോസ്ലിഹ പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. സെന്റ് പോൾ, ഹി വാസ് എ മാൻ ഓഫ് മിഷൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ച പരിശുദ്ധനായിരുന്നു പൗലോസ്ലിഹ. ഒത്തിരി ശ്രേഷ്ഠതകൾ അദ്ദേഹത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 58-ാമത്തെ വാക്യം, അവിടെ പൗലോസ്ലിഹ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ആകയാൽ എൻ്റെ പ്രിയ മക്കൾ എന്ന പോലെ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കും. നമുക്കൊക്കെ ഓരോ ജോലിയുണ്ട്. ചില പ്രവർത്തന മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഞാനും നിങ്ങൾ വിചാരിക്കും എൻ്റെ പ്രധാന ജോലി ഇതാണ്, ആ ജോലി നമുക്ക് ദൈവം നൽകിയതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി കർത്താവിൻ്റെ വേല, എൻ്റെ കർത്താവിന് വേണ്ടി ഈ ലോകത്തിൽ എന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഇടവകയിൽ, എൻ്റെ ദേശത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ ദൗത്യം അതാണ്. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായി തീരുവിൻ. പൗലോസ്ലിഹ ജീവിതം എത്രമാത്രം ശ്രേഷ്ഠമാണ്. പൗലോസ്ലിഹ പറയുകയാണ്, 1 കൊരിന്ത്യർ 11-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ യേശുക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ പ്രിയരെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവീൻ. ഇമിറ്റേറ്റ് മീ ജസ്റ്റ് ആസ് ഐ ഇമിറ്റേറ്റ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അനുകരിക്കുവാൻ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെയും, ഇന്ന് ഒത്തിരി മോഡൽസ്, പലപ്പോഴും പലരെയും മാതൃകയാക്കി ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. അവരുടെ വേഷവിധാനങ്ങൾ എല്ലാം കാണുമ്പോൾ ചിലപ്പോൾ അവർ പറയും ഇന്ന ആളിനെയാണ് മാതൃകയാക്കി. നമ്മുടെ മാതൃക, നമ്മുടെ റോൾ മോഡൽ യേശുപ്പച്ചനാണ്, യേശു തമ്പുരാനാണ്. യേശു ക്രിസ്തുവിനെ അനുകരിപ്പാനാണ് പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹം വെറുതെ പറയുന്നതെല്ലാം അപ്രകാരം തൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ആളായതുകൊണ്ട് പറയുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവീൻ എന്ന് അദ്ദേഹം പറയുന്നു. എത്രയോ ശ്രേഷ്ഠതകളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളത്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ്ലിഹ പറയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, യേശു ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഭാവം നമ്മുടെ നടപ്പിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ എല്ലാം ക്രിസ്തു ഉള്ളവരായി, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞു വരുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. അവിടെ വിശദമായി പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 1, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ദുഷാഠ്യത്താലും ദുരഭിമാനത്താലും ഒന്നും ചെയ്യരുത്.
ഒരുവൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണും. എന്നിട്ടാണ് പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരുവാൻ സാധിക്കണം. വേറൊരു ഭാഗത്ത് നാം വായിക്കുന്നുണ്ട് പൗലോസ് ശ്ലീഹായെക്കുറിച്ച്. 1 തീമോത്തിയോസ് 1:15 യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുകയാണ്, പാപികളിൽ ഞാൻ ഒന്നാമൻ. സെന്റ് പോൾ, ഹി വാസ് എ മാൻ ഓഫ് റിപ്പൻറ്റൻസ്. പാപബോധമുള്ള വ്യക്തി നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് പാപബോധം. പ്രത്യേകിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ായിരിക്കുമ്പോൾ, വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുമ്പോൾ. ഇന്ന് ചൊല്ലിയ തക്സ പ്രായമുള്ളവർക്കറിയാം, യാക്കോബിൻ്റെ തക്സയിലെ ക്രമമാണ് ചൊല്ലിയത്. അവിടെ വായിച്ചു, ഉയരത്തിൽ വസിക്കുകയും എളിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മഹാകാരുണ്യവാനായ ദൈവമേ. ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നവനാണ് നമ്മുടെ രക്ഷകൻ. എത്ര ഭയത്തോടും എത്ര ഭക്തിയോടും എത്ര വിനയത്തോടുമായിരിക്കണം നാം ദൈവസന്നിധി നിൽക്കേണ്ടത് എന്ന് നാം ഓർക്കണം. എല്ലാവരും, കുഞ്ഞുങ്ങളും മദ്ബഹായിലെ ശുശ്രൂഷകരും ഒക്കെ ഓർക്കേണ്ട കാര്യമാണ്. വിശുദ്ധ മദ്ബഹ തമ്പുരാൻ്റെ ബലിപീഠമാണ്. അവിടെ ശുശ്രൂഷിക്കുവാൻ ലഭിക്കുന്ന അവസരം ഭാഗ്യമാണ്. മാലാഖമാരാണ്, എല്ലാം ശ്രദ്ധിക്കുകയാണ്. നമ്മുടെ ചലനം, നമ്മുടെ സംസാരം, നമ്മുടെ നോട്ടം, നമ്മുടെ നിൽപ്പ് എല്ലാം സർവശക്തനായ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവമേ, എന്നെ എത്രയോ പേര് മദ്ബഹായിൽ കയറാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നെ നീ തിരഞ്ഞെടുത്ത് നിൻ്റെ വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്കായി ആക്കി തീർത്തല്ലോ. എത്രയോ പേര് ഹോസ്പിറ്റലിൽ കഴിയുന്നു, ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കാൻ പോയിരിക്കുന്നു. എത്രയോ പേര് എത്രയോ ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നു. എൻ്റെ കർത്താവേ, ഈ ഞായറാഴ്ച സന്നിധിയിൽ, അവിടുത്തെ ആലയത്തിൽ പരിശുദ്ധ മർത്തശ്ശിമോനി അമ്മയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുവാൻ എനിക്ക് നീ ഭാഗ്യം നൽകിയല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പൗലോസ് ശ്ലീഹ പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ ഭാവം മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി എളിയവനായ ഞാനും നിങ്ങളും ആയിത്തീരണം. 1 കൊരിന്ത്യർ 2:16 നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ദൈവമനസ്സ്, ദയയുള്ള മനസ്സ്, കരുണയുള്ള മനസ്സ്, എല്ലാവരെയും സ്നേഹിക്കുന്ന മനസ്സ്, നമ്മളോട് സംസാരിക്കാത്തവരോടും കയറി ഒന്ന് സംസാരിക്കുന്ന, നമ്മളോട് പിണങ്ങിയിരിക്കുന്നവരോടും ദൈവസ്നേഹത്തിൽ അവരെ നേടുവാൻ, അവരെ അങ്ങോട്ട് കയറി സംസാരിക്കുവാൻ, അങ്ങോട്ട് നല്ലവണ്ണം അവരോട് ഇടപെടുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. പൗലോസ് ശ്ലീഹായെക്കുറിച്ച് വേറൊരു വലിയ പ്രത്യേകത നാം വായിക്കുന്നത് 1 തെസ്സലോനിക്കർ 5:14 നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. അതിൽ 17 വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. സെന്റ് പോൾ, ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. എപ്പോഴുമുള്ള പ്രാർത്ഥന. നിങ്ങളൊക്കെ കുടുംബ പ്രാർത്ഥന നടത്തുന്നവരാണെന്ന് എനിക്കറിയാം. ഓരോ ഭവനങ്ങളിൽ വരുമ്പോൾ അവിടെ നമസ്കാര ക്രമം പുസ്തകം ഇരിപ്പുണ്ട്, വിശുദ്ധ ബൈബിളുണ്ട്. ചിലരുടെ ഭവനങ്ങളിൽ 4ഉം 5ഉം ബൈബിൾ. ചോദിക്കുമ്പോൾ വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ബൈബിളുണ്ട്. എത്രയോ ശ്രേഷ്ഠമാണ്, നിങ്ങൾ എത്രയോ ശ്രേഷ്ഠരാണ്. ബൈബിൾ വായിക്കുമ്പോൾ എല്ലാവരും അവരുടെ ബൈബിൾ എടുത്ത് വായിക്കുന്നു. എല്ലാവരും നമസ്കാരക്രമം ചൊല്ലും. എല്ലാവരും ഞങ്ങൾക്കുള്ള കർത്താവിലുള്ള പാട്ടുപാടി പ്രാർത്ഥിക്കണം. എല്ലാവരും പട്ടാങ്ങപ്പെട്ട ദൈവം തമ്പുരാനിൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും പെട്ടെന്ന് 2, 3, 4 ദിവസം കഴിയുമ്പോൾ അവരും ഈ പ്രാർത്ഥനകളൊക്കെ മനഃപ്പാഠമാക്കും. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. പ്രഭാത നമസ്കാരം തുടങ്ങി ഇതിന് ശേഷം വിശുദ്ധ ബലി അർപ്പിക്കുന്ന പട്ടക്കാരൻ വിശുദ്ധ മദ്ബഹായിൽ കയറി കൈകൾ കഴുകി പ്രാർത്ഥനകൾ ചൊല്ലി ഓരോ അംശവസ്ത്രം ധരിച്ചതിന് ശേഷം കാസായും പീലാസായും ക്രമപ്പെടുത്തി അത് പിടിച്ചുകൊണ്ട് നടത്തുന്ന ശുശ്രൂഷ തിയോബോസ് ശുശ്രൂഷയാണ്. അവിടെ എല്ലാവരെയും ഓർക്കും. ഞാൻ പ്രത്യേകം ഓർക്കുന്നു, നമ്മുടെ ദേവാലയത്തിൽ വാങ്ങിപ്പോയവരെ ഓർക്കുവാൻ പേരുകൾ എഴുതി തരുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി, അതുപോലെ അപേക്ഷകൾ, ഇതൊക്കെ ഏറ്റവും അനുഗ്രഹം. അവരുടെ ഓരോരുത്തരുടെ പേരുകൾ ഓർത്ത് കാസായും ബിലാസായും പാനപാത്രം പിടിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലി എല്ലാവരെയും ഓർക്കുകയാണ്. ഈ ദേവാലയത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവർ, ഈ ദേവാലയത്തിന് വേണ്ടി അഹോരാത്രം പാടുപെട്ടവർ, ഇതിന് നേതൃത്വം നൽകിയവർ
എല്ലാവരെയും ആ ബലിപീഠത്തിൽ ഓർക്കുകയാണ്. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. തുബ്ദേൻ വായിക്കുന്ന സമയത്ത്, ശുശ്രൂഷൻ തുബ്ദേൻ വായിക്കുമ്പോൾ പട്ടക്കാരൻ കാർമ്മികൻ ഒരു രഹസ്യ പ്രാർത്ഥന അവിടെ ചൊല്ലുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം പ്രാർത്ഥനയാണ്. എപ്പോഴും പ്രാർത്ഥിക്കാം. ചെറിയ ചെറിയ പ്രാർത്ഥനകൾ മനസ്സിൽ എപ്പോഴും ഉരുവിടണം. യാത്ര ചെയ്യുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും, അല്ലേ, ബാങ്കിൽ ജോലിയുള്ളവർ നോട്ട് എണ്ണുമ്പോഴും, നോട്ട് തെറ്റുകയൊന്നുമില്ല. കറിക്കരിയുമ്പോഴും, വണ്ടി ഓടിക്കുമ്പോഴും എല്ലാം ചെറിയ ചെറിയ പ്രാർത്ഥനകൾ മനസ്സിൽ ഉരുവിടുവാൻ സാധിക്കും. കർത്താവേ, എന്നെ സഹായിക്കണമേ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, നീ എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. നീ എനിക്ക് ഏറ്റവും അടുത്ത നല്ല സുഹൃത്തായിരിക്കണമേ. പ്രാർത്ഥിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് അവിടെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നമ്മെ വ്യാപൃതരാകുക. ചിലർക്ക് അതിനുള്ള സമയമില്ല. എല്ലാവരും തിരക്കുള്ളവരാണ്. തിരക്കിനിടയിലും പ്രാർത്ഥിക്കുവാനും ദൈവവചനം വായിച്ച് ഹൃദയസ്ഥമാക്കുവാനുമുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് ഉണ്ടാകണം. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ മധ്യസ്ഥ നമുക്ക് കോട്ടയായിരിക്കട്ടെ. പൗലോസ് ശ്ലീഹായുടെ ആ വലിയ ആഹ്വാനം, ഞാൻ യേശുക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, പാപബോധത്തോടെ ജീവിപ്പീൻ. പരിശുദ്ധനാകുവാനുള്ള ആഗ്രഹം പാപബോധമുള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. കർത്താവേ, എനിക്ക് കുറവുണ്ട്, നീ എന്നിലേക്ക് എഴുന്നള്ളി വന്ന് എൻ്റെ കുറവുകളെ പരിഹരിക്കണമേ. എൻ്റെ ഭവനത്തിൽ കുറവുകളുണ്ട്, നീ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് നീതിമാന്മാരുടെ കൂടാരമായി മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദം ഉയരുന്ന, നല്ല വാർത്തകൾ ഉയരുന്ന, സ്വർഗീയ ശബ്ദം ഉയരുന്ന ഒരു ഭവനമായി എൻ്റെ ഭവനത്തെ നീ ആക്കി തീർക്കണമേ. പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി ഒരു ദൈവത്തിൻ്റെ സ്നേഹം, കുഞ്ഞുങ്ങളെല്ലാവരും ഇപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം നിർബന്ധിക്കുന്നതുകൊണ്ടാണ് ഭംഗിയായി പാഠങ്ങൾ പഠിക്കുന്നത്. അടുക്കും ചിട്ടയും അന്നന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ പഠിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന എന്താണ്? യേശുപ്പച്ചൻ്റെ സ്നേഹമാണ്. യേശുപ്പച്ചൻ്റെ സ്നേഹമില്ലാത്ത കുഞ്ഞുങ്ങൾ പഠിക്കുകയില്ല, കിടന്നുറങ്ങും, അലക്ഷ്യരായിട്ടിരിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ക്ലാസ്സിൽ വളരെ ശ്രദ്ധയോടെ ഇരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് മക്കൾക്ക് വേണ്ടി കരയുവാൻ അമ്മമാരെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് മക്കൾക്ക് വേണ്ടി രാപകൽ ഓടി കഷ്ടപ്പെടുവാൻ, അധ്വാനിക്കുവാൻ, അവർക്കൊരു റോൾ മോഡലായിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് നിറയുവാനിടയാകട്ടെ. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.